നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ആക്രമണമാണ് KSU SFI പ്രവർത്തകർ തമ്മിൽ ഉണ്ടായത്. തിരഞ്ഞെടുപ്പ് വിജയിക്കുന്നു, പിന്നാലെ വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനം, അതിനും പിന്നാലെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതിനു പിന്നാലെ KSU പ്രവർത്തകർ കൈരളി ന്യൂസ് റിപ്പോർട്ടർക്കെതിരെ ആക്രോശിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. നീ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എത്തുമ്പോൾ കൈരളി മാധ്യമ പ്രവർത്തകർ മറുപടി പറയുന്നുണ്ട്. ഞാൻ റിപ്പോർട്ട് ചെയ്തത് ഞാൻ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്, മാത്രമല്ല എൻ്റെ കയ്യിൽ വിഷ്വൽസ് തെളിവായിട്ടുണ്ട് എന്ന് കൈരളിയുടെ റിപ്പോർട്ടർ പറയുന്നു. പിന്നാലെ KSU പ്രവർത്തകർ വളരെ വലിയ രീതിയിൽ എന്താണ് നിൻ്റെ ജോലി എന്നതടക്കമുള്ള ഇത്തരത്തിലാണോ റിപ്പോർട്ട് ചെയ്യുന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഞാൻ എന്ത് റിപ്പോർട്ട് ചെയ്യണം, ഞാൻ എന്ത് വാർത്ത പറയണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് കൈരളിയുടെ മാധ്യമ പ്രവർത്തകൻ തിരിച്ചു മറുപടി പറയുന്നു. പിന്നാലെ മറ്റൊരു പ്രവർത്തകൻ എത്തി എന്താടാന്ന് ചോദിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു പ്രകോപന രീതിയിലേക്ക് പാഞ്ഞെടുക്കുന്ന കാഴ്ചയൊക്കെ കാണുന്നു. പോലീസ് എത്തി ഇരു കൂട്ടരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. മാധ്യമ പ്രവർത്തകന് നേരെ വരെ KSU പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആക്രോശം നടത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൈരളിയുടെ മാധ്യമ പ്രവർത്തകന് നേരെയാണ് KSU പ്രവർത്തകർ ഇത്തരത്തിൽ ആക്രോശിച്ച് വലിയ രീതിയിലുള്ളൊരു ആക്രമണ സ്വഭാവത്തോടെ അടുക്കുന്ന കാഴ്ചകളൊക്കെ പുറത്തു വരുന്നത്. നിന്റെ രാഷ്ട്രീയം നിന്റെ കയ്യിൽ വെച്ചാൽ മതി എന്നതടക്കമുള്ള ഒരു ഭീഷണിയൊക്കെ KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കൈരളിയുടെ റിപ്പോർട്ടർക്ക് നേരെ ഉണ്ടാകുന്നു. രാഷ്ട്രീയം എല്ലാവർക്കുമുണ്ട്, KSUവിന് രാഷ്ട്രീയമുണ്ട്, ഇപ്പോൾ കൈരളിയുടേതായ രാഷ്ട്രീയമുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയം നിന്റെ കയ്യിൽ വെച്ചാൽ മതിയെന്ന് KSU പ്രവർത്തകർ പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയം എന്താണ്, അതും അവർ കയ്യിൽ വെച്ചാൽ പോരെ എന്ന ചോദ്യം തിരിച്ചും ഉയരുന്നുണ്ട്. എന്തായാലും താൻ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടിംഗ് ആണ് താൻ നടത്തിയത്. എന്താണ് KSU പ്രവർത്തകരെ പ്രകോപിപ്പിച്ചതെന്ന് കാരണം വ്യക്തമല്ല എങ്കിൽ പോലും താൻ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ റിപ്പോർട്ട് പറഞ്ഞത്. തൻ്റെ കയ്യിൽ ദൃശ്യങ്ങളുണ്ട് എന്ന് കൈരളിയുടെ മാധ്യമ പ്രവർത്തകൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. പോലീസ് എത്തി അവരെ ഇരുവരെയും സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഇരുവരെയും മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരു KSU പ്രവർത്തകൻ വലിയ രീതിയിൽ വന്ന് നീ എന്താണ്, നിൻ്റെ രാഷ്ട്രീയം നിൻ്റെ കൈവയ്ക്ക്, നീ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത് നടക്കുമ്പോൾ വലിയ ആക്രോശിച്ച് പൊട്ടിത്തെറിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തില്ല എന്നേ ഉള്ളൂ, മറിച്ച് വാക്കുകൾ കൊണ്ടുള്ള ആക്രോശം അതിരൂക്ഷമായിരുന്നു. മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കഴിഞ്ഞ ദിവസം KSUവിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ളൊരു ആക്രമണം ഉണ്ടായി, അല്ലെങ്കിൽ ആക്രമണം എന്നതിലുപരി അത്തരത്തിലൊരു ആക്രോശം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഇല്ലായിരുന്നുവെങ്കിൽ അതൊരു കയ്യാങ്കളിയിലേക്ക് ചിലപ്പോൾ നയിക്കപ്പെടുമായിരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് തലസ്ഥാന നഗരത്തെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ട് KSU SFI പ്രവർത്തകർ തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുന്ന സംഭവം ഉണ്ടായത്. യുദ്ധസമാന സാഹചര്യം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള സംഘർഷമാണ് ഇരു കൂട്ടർക്കുമിടയിൽ ഉടലെടുത്തത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നോക്കാം. SFI വിജയ ചരിത്രം ആവർത്തിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനത്തിനിടെ ആഹ്ലാദ പ്രകടനത്തിനിടെ KSU പ്രവർത്തകർ ബോധപൂർവ്വം അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് A.A. റഹീം MP ആരോപിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ആരോപണം ശക്തമാവുകയാണ്. KSU പ്രവർത്തകർ SFIയുടെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ കല്ലെറിയുകയും പ്രവർത്തകരെ മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് A.A. റഹീം പറഞ്ഞു. പക്ഷേ അക്രമികളെ നേരിടുന്നതിനു പകരം പോലീസ് ഇരകളായ SFI പ്രവർത്തകരെ മാത്രം തിരഞ്ഞുപിടിച്ച് ലാത്തി വീശുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പോലീസ് ഞങ്ങളെ മാത്രം അടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഈ രീതി ഈ നാട്ടിൽ കഴിഞ്ഞ 10 വർഷമായി നടന്നിട്ടില്ലാത്ത ഒന്നാണ്. പോലീസ് ഇത്തരത്തിൽ ഏകപക്ഷീയമായാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ കാണിക്കുന്ന മര്യാദയും സഹകരണവും ഇതോടെ അവസാനിപ്പിക്കുമെന്നും A.A. റഹീമിൻ്റെ മുന്നറിയിപ്പ്. സംഘർഷാവസ്ഥ ക്ഷണിച്ചു വരുത്തിയത് പോലീസ് കൂടിയാണ്. കേവലം ഒരു ലാത്തി ചാർജ് ഏറ്റാൽ ഭയന്ന് പിരിഞ്ഞു പോകുന്നവരല്ല SFI പ്രവർത്തകർ. നീതിപൂർവമായ രീതിയിലല്ല പോലീസ് പെരുമാറുന്നതെങ്കിൽ 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് A.M. റഹീം കൂട്ടിച്ചേർത്തു. പരസ്പരം കല്ലേറ് നടത്തിയാണ് വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായത്. പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ഗ്രനേഡ് ഉപയോഗിക്കുകയും ചെയ്തു. പരസ്പരം കല്ലെറിയുന്നു, സാധനങ്ങളൊക്കെ എടുത്തെറിയുന്ന ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മണിക്കൂറുകളോളമാണ് പ്രതിഷേധം നടത്തിയത്. MG റോഡിലൂടെയുള്ള ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI കൂടുതൽ സീറ്റുകളാണ് നേടിയെടുത്തത്. 3 സീറ്റുകളാണ് KSU വിജയിച്ചത്. സെനറ്റിലേക്ക് SFIയും KSUവും ജയിച്ചു. ഇതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു ഇരു സംഘടനാ പ്രവർത്തകർ സെനറ്റ് ഹാൾ കോമ്പൗണ്ടിൽ പ്രകടനം നടത്തുകയായിരുന്നു. ഇത് പലക്കുറി സംഘർഷത്തിന് കാരണമായി. പോലീസ് ഇടപെട്ടപ്പോഴെല്ലാം പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലൊരു സംഘർഷമായി. ഏറെ മണിക്കൂറുകൾ ഈ പാളയം പ്രദേശം മൊത്തം ഒരു യുദ്ധപ്രദേശമായി മാറുന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ് അരങ്ങേറിയത്. രാത്രി 10 മണിയോടെ SFI പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക്, KSU പ്രവർത്തകർ പാളയത്തേക്കും പ്രകടനം നടത്തി. സെക്രട്ടേറിയറ്റിലേക്ക് പ്രകടനം നടത്തി മടങ്ങിയ SFI പ്രവർത്തകർക്ക് നേരെ
യാതൊരു പ്രകോപനവുമില്ലാതെ കല്ലേറുണ്ടായി എന്നാണ് ആരോപണം. അതിനെ തുടർന്ന് SFI KSU പ്രവർത്തകർ നേർക്കുനേർ കല്ലെറിഞ്ഞ് പരസ്പരം കൊലവിളി നടത്തി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിന്തിരിഞ്ഞില്ല. തുടർന്ന് CPM ആക്ടിംഗ് സെക്രട്ടറി റഹീം ഉൾപ്പെടെ സ്ഥലത്തെത്തി പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിച്ചു. അടങ്ങിയിരിക്കുക എന്നതടക്കമുള്ള ഒരു നിലവിളി, അതല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തകരെയൊക്കെ അന്ന് അടങ്ങിയിരിക്കൂ, ശാന്തരാകൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വരികയാണ്. രണ്ടു വിഭാഗം പ്രവർത്തകർക്കുമിടയിൽ പോലീസ് നിലകൊണ്ടു. അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തി. എന്നാൽ SFI പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായില്ല. KSU പ്രവർത്തകരും ഒരു ഇഞ്ച് പിന്മാറാൻ തയ്യാറായില്ല. ഇരു കൂട്ടരെ നേർക്കുനേർ പോരടിക്കുകയായിരുന്നു. ജലപീരങ്കി വാഹനത്തെ ആക്രമിക്കാൻ SFI പ്രവർത്തകർ തിരിഞ്ഞു. തുടർന്ന് വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. എങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് പോലീസ് 3 തവണ ഗ്രനേഡ് പ്രയോഗിച്ചു. പ്രവർത്തകർ പിന്തിരിഞ്ഞില്ല. ഇതിനിടെ CPM നേതാവ് MV ജയരാജൻ ഉൾപ്പെടെ സ്ഥലത്തെത്തി. യാതൊരു പ്രകോപനവുമില്ലാതെ സെനറ്റിൽ വിജയിച്ചവരുമായി SFI നടത്തിയ പ്രകടനത്തിന് നേരെ ഏകപക്ഷീയമായി KSUവും പോലീസ് ചേർന്ന് ആക്രമണം നടത്തുകയായിരുന്നെന്ന് അദ്ദേഹം ആരോപിച്ചു. SFI സംസ്ഥാന ഭാരവാഹികളായ ശിവപ്രസാദ്, സഞ്ജീവ് ഉൾപ്പെടെയുള്ളവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഭരണം കിട്ടിയതിന്റെ അഹങ്കാരത്തിൽ എന്തും ചെയ്യാമെന്ന് കരുതിയാൽ വില പോകില്ല. കാക്കിധാരികളെ ഗദർധാരികൾ നിയന്ത്രിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കില്ലെന്നും ജയരാജൻ പറഞ്ഞു. രാത്രി 11 മണി കഴിഞ്ഞിട്ട് തലസ്ഥാന നഗരിൽ സംഘർഷം തുടരുന്ന സാഹചര്യമായിരുന്നു. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് 2 FIRകൾ രജിസ്റ്റർ ചെയ്തു. വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസിനെ ആക്രമിക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. സംഘർഷത്തിൽ മ്യൂസിയം SHO അനൂപിന്റെ കൈയൊടിഞ്ഞു. KSU പ്രവർത്തകനെ മർദ്ദിച്ചതിനും വിജയാഹ്ലാദ പ്രകടനത്തിനിടെ പോലീസിനെ ആക്രമിച്ച് പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. കേസിൽ കണ്ടാൽ അറിയാവുന്ന KSU പ്രവർത്തകർക്കെതിരെയും പോലീസ് നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന. ആദ്യ കേസ് തിരഞ്ഞെടുപ്പ് നടന്ന ദിവസം രാവിലെ വോട്ട് ചെയ്യാനെത്തിയ KSU പ്രവർത്തകനായ അഭിജിത്ത് സജിയെ SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്നതാണ്. അഭിജിത്തിനോട് SFI പ്രവർത്തകർ ഐഡന്റിറ്റി കാർഡ് ആവശ്യപ്പെടുകയും ഇത് നൽകാത്തതിനെ തുടർന്ന് അസഭ്യം വിളിച്ചുകൊണ്ട് മതിലിനോട് ചേർത്ത് നിർത്തി മുഖത്തും തലയിലും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു എന്ന് FIRൽ പറയുന്നുണ്ട്. സംഭവത്തിൽ ആഷിഖ്, അർജുൻ, വൈഭവ്, ചാക്കോ, ഹരികൃഷ്ണൻ എന്നീ SFI പ്രവർത്തകർക്കും കണ്ടാൽ അറിയാവുന്ന മറ്റു 3 പേർക്കെതിരെയുമാണ് കേസെടുത്തത്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ രാത്രി 10 മണിയോടെയാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം രണ്ടാമത്തെ സംഘർഷം ഉണ്ടാകുന്നത്. SFI KSU പ്രവർത്തകർ തമ്മിൽ പരസ്പരം കല്ലേറുണ്ടായി. വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടു. ആക്രമണത്തിൽ മ്യൂസിയം SHO അനൂപിന്റെ ഇടത് കൈയിലെ എല്ലൊടിഞ്ഞു. മറ്റ് നിരവധി പോലീസുകാർക്കും പരിക്കേറ്റു. അക്രമാസക്തരായ പ്രവർത്തകർ സർക്കാർ വാഹനത്തിന്റെ മുൻവശത്തെ ചില്ല് കല്ലെറിഞ്ഞ് തകർത്തു. 10,000 രൂപയുടെ നഷ്ടമാണ് വരുത്തിയത്. കന്റോൺമെന്റ് ഇൻസ്പെക്ടർ ശ്രീകുമാർ എസിന്റെ പരാതിയിൽ പോലീസ് സ്വമേധയെടുത്ത കേസിൽ SFI നേതാക്കളായ ആദർശ്, നന്ദൻ, സംഗീത്, ആദിത്യ ശങ്കർ എന്നിവരടക്കം 10 പേർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന മറ്റ് 50ഓളം പേർക്കെതിരെയും വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി. നിയമവിരുദ്ധമായി സംഘം ചേരൽ, പോലീസിന്റെ ഔദ്യോഗിക നിർവഹണം തടസ്സപ്പെടുത്തൽ എന്നിവയാണ് മറ്റു വകുപ്പുകൾ. തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയമാണ് SFIക്ക് നേടാൻ സാധിച്ചത്. ആകെയുള്ള 37 സീറ്റുകളിൽ 35 എണ്ണവും തൂത്തുവാരിയാണ് കേരള സർവകലാശാല യൂണിയൻ ഭരണം SFI നിലനിർത്തിയത്. SFIയുടെ ശിവ S പുതിയ യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം വെറും 2 സീറ്റുകൾ മാത്രമാണ് KSUവിന് നേടാനായത്. 3 വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങളിൽ ഒന്നിൽ KSU സ്ഥാനാർത്ഥി ഫാത്തിമ ഫർഹ വിജയിച്ചു. അക്കൗണ്ട്സ് കമ്മിറ്റി സ്ഥാനവും KSU സ്വന്തമാക്കി. KSU പ്രവർത്തകരാണ് ആദ്യം കല്ലെറിഞ്ഞതെന്നും പോലീസിന്റെ വാഹനം ആക്രമിച്ചതെന്നും SFI ആരോപിച്ചു. രാത്രിയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ പോലീസ് ജലപീരങ്കിയും ലാത്തിചാർജും പ്രയോഗിച്ചാണ് പ്രവർത്തകരെ പിരിച്ചുവിട്ടത്. നിലവിൽ സർവകലാശാല ക്യാമ്പസ് പരിസരത്ത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു. അതേസമയം SFI ഗവർണർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. സർവകലാശാലകളിൽ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനം നിയന്ത്രിക്കണമെന്ന ഗവർണറുടെ വിചിത്ര ഉത്തരവ് ജനാധിപത്യ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും ശക്തമായ സമരം ഉയർത്തുമെന്നും SFI വ്യക്തമാക്കി. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർവകലാശാലകളിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ സർവകലാശാലകളിലേക്ക് അയച്ച ഉത്തരവ് അതീവ ഗുരുതര സ്വഭാവത്തോടെ കേരളീയ പൊതുസമൂഹം കാണണം. കേരളത്തിലെ മതനിരപേക്ഷ ബോധത്തെ നാം നട്ടുവളർത്തിയത് ക്യാമ്പസുകളിൽ നിന്നാണ്. കേരള സമൂഹത്തെ പ്രബുദ്ധ മലയാളി പദവിയിലേക്ക് എത്തിച്ചതിൽ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനം വഹിച്ച പങ്ക് വലുതാണ്. ഈ കാരണത്താൽ തന്നെ കേരളത്തെ കീഴടക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ സംഘീയായ ഗവർണർ കേരള സമൂഹത്തിൽ അരാഷ്ട്രീയത പടർത്താനും അതുവഴി അപരമത വിദ്വേഷം സൃഷ്ടിക്കാനുമുള്ള വഴിയായി സർവകലാശാല രാഷ്ട്രീയ നിരോധനം ഏർപ്പെടുത്തുക എന്ന അപകടകരമായ രാഷ്ട്രീയം കളിക്കുകയാണ്. സെനറ്റിലും സിൻഡിക്കേറ്റിലും VC-മാരും അപ്രമാദിത്വം സൃഷ്ടിച്ചാലും സംഘപരിവാർ വൽക്കരണം സാധ്യമാക്കാൻ എത്ര തുനിഞ്ഞാലും കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ ബോധ്യത്തിന് മുന്നിൽ SFIക്ക് മുന്നിൽ തോൽക്കുമെന്ന്
RSSന് നന്നായി അറിയാം. കേരളത്തിന്റെ ഈ ചെറുത്തുനിൽപ്പിനെ ഇല്ലാതാക്കാനാണ് ഗവർണർ വിചിത്രമായ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അധികാരത്തിൽ കയറിയ UDF ഗവൺമെന്റ് ഗവർണറുമായ വിഷയത്തിൽ നിലപാട് തുറന്നു പറഞ്ഞതുകൊണ്ട് ഇതിനെതിരെ ശബ്ദിക്കില്ല എന്ന് കേരളത്തിന്റെ പ്രബുദ്ധ സമൂഹത്തോട് വെളിപ്പെടുത്തുക കൂടെ ചെയ്തിരിക്കുകയാണെന്നും SFI ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.